നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ദേശീയോത്സവം എന്ന് പറയുന്ന പോലെ തൃശ്ശൂരുകാരുടെ ദേശീയോത്സവം എന്ന് പറയാം ഈ പൂരത്തെ സംബന്ധിച്ചിടത്തോളം. അവരെ സംബന്ധിച്ചിടത്തോളം പൂരം വലിയ ആഘോഷം തന്നെയാണ്. അവിടെ ജാതിമത ഭേദങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ഒരു ഉത്സവമാണ് പൂരം. എന്നാൽ ഇത്തവണ ആ പൂരം മൊത്തത്തിൽ നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പൂരപ്രേമികൾക്ക് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കിയത്. ആ പൂരത്തിൽ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലെ ഹൈന്ദവരുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അത്തരം ഏതെങ്കിലും ആചാരങ്ങളൊക്കെ നടക്കുമ്പോൾ ആ ആചാരങ്ങളെ തെച്ചു തകർക്കുന്ന നടപടികൾ പല ഭാഗത്തുനിന്നും ഉണ്ടാകാറുണ്ട് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. നമുക്കറിയാം, ശബരിമല സംഭവവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ വിവിധ വർഷങ്ങളിൽ ശബരിമല എല്ലാ കാലത്തും പ്രശ്നബാധിതമായ സ്ഥലത്ത് ശബരിമലയിൽ എല്ലാ തവണയും ശബരിമലയിലെ മണ്ഡലകാലം പ്രശ്നബാധിതമാണ്. ഒന്നുകിൽ വെള്ളം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അതിന് തീർത്ഥാടനത്തിനുള്ള സൗകര്യമില്ല, അങ്ങനെ നിരവധി അസൗകര്യങ്ങൾ. ദേവസ്വം ബോർഡിന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ക്ഷേത്രങ്ങളിൽ പോലും അത്തരത്തിൽ ആ ക്ഷേത്രോത്സവങ്ങളോട് പോലും മുഖം തിരിഞ്ഞിരിക്കുന്ന സമീപനം പല ഘട്ടങ്ങളിലും കേരളത്തിലെ സർക്കാരുകൾ എടുക്കാറുണ്ട്. ഏതായാലും ഇപ്പോൾ പൂരവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വലിയ വിവാദം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ തവണയും പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ടൊക്കെ നിരന്തരമായി പോലീസും അതുപോലെ തന്നെ പോലീസിനെ നിയന്ത്രിക്കുന്നവർ അല്ലെങ്കിൽ പോലീസിനെ വിളിച്ചു വരുത്തി സർക്കാരിന് പറയേണ്ട ബാധ്യതയുണ്ട്. എന്താണ് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ള ആചാരങ്ങൾ നടപ്പിലാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറയാനുള്ള ബാധ്യതയുണ്ട്. ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഇതിനെ എല്ലാം പൊളിച്ചെഴുതാനാണ് ശ്രമിക്കുന്നത്. ഹൈന്ദവ ആചാരങ്ങളെ പൊളിച്ചെഴുതുകയാണ് കേരളത്തിലെ പല സർക്കാരുകളും, പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാർ. ഹൈന്ദവ ആചാരങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ്. നമ്മൾ ഇടതുപക്ഷ സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, കോൺഗ്രസ്സുകാരും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് ചില തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുമ്പോൾ ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥിയുടെ പ്രചരണ പ്രവർത്തനങ്ങളിൽ ഒപ്പന കളിക്കുന്നു. ആ ഒപ്പനയിൽ ആരാണ് ഇരിക്കുന്നത്? പുതുമണവാളനായി ഇരിക്കുകയാണ് സ്ഥാനാർത്ഥി. നമ്മളിതൊക്കെ കാണുന്നതാണ്. കാരണഭൂതനെ വാഴ്ത്തിപ്പാടിക്കൊണ്ട് തിരുവാതിര എന്താ, ഏത് കലാരൂപമാണോ ആ കലാരൂപത്തിന് നേരെ വിപരീതമായ രീതിയിൽ ഹൈന്ദവ ആചാരങ്ങളെ മുഴുവൻ പൊളിച്ചെഴുതി. ഓണത്തിന് അവധി വേണ്ട, പൂക്കളം ഇടാൻ കഴിയില്ല, ഇങ്ങനെ നിരവധി തവണ നിരവധി പ്രശ്നങ്ങൾ നമ്മൾ പലപ്പോഴുമായി പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അവസാന ഘട്ടത്തിൽ ഇപ്പോൾ തൃശ്ശൂരിലെ പൂരം പോലും നശിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഏതായാലും ഇന്നലെ പോലീസുകാരാണ് വില്ലന്മാരായത്. പോലീസുകാരെ നിയന്ത്രിക്കേണ്ട ചുമതലയുള്ള ആഭ്യന്തരമന്ത്രി കൂടിയായ പിണറായി വിജയൻ, മുഖ്യമന്ത്രി കൂടിയാണ് നമ്മുടെ സംസ്ഥാനത്തെ ആഭ്യന്തരവും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും ഒന്നു തന്നെയാണ്. ഒരു വകുപ്പിലാണ് നമ്മൾ ഇവിടെ കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം അത് നിയന്ത്രിക്കേണ്ടത് പിണറായി വിജയനാണ്. പക്ഷെ പോലീസുകാരെ കയറൂരി വിട്ടിരിക്കുന്നു എന്ന ആരോപണം പല ഘട്ടങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് തൃശ്ശൂർ പൂരത്തിൽ ഇന്നലെ ഉണ്ടായ പ്രശ്നങ്ങൾ. തൃശ്ശൂർ പൂരം പ്രതിസന്ധി ഉണ്ടാക്കിയത് പോലീസാണ് എന്നും അനാവശ്യമായി ഇടപെട്ടത് അംഗീകരിക്കാൻ കഴിയില്ല എന്നും വ്യക്തമാക്കി തിരുവമ്പാടി ദേവസ്വം രംഗത്ത് വന്നിരിക്കുന്നു. പൂരത്തിൽ അസാധാരണമായ വിധം പ്രതിസന്ധി ഉണ്ടാക്കിയത് പോലീസാണെന്നാണ് തിരുവമ്പാടി ദേവസ്വത്തിന്റെ കണ്ടെത്തൽ. പോലീസിന്റെ അനാവശ്യമായ ഇടപെടൽ കാരണമാണ് ചരിത്രപ്രസിദ്ധമായ മടത്തിൽ വരവ് തന്നെ നിർത്തിവെക്കേണ്ട അവസ്ഥയെത്തി. ഒരാനപ്പുറത്ത് എഴുന്നള്ളിച്ച് പന്തലിൽ അവസാനിപ്പിക്കേണ്ടി വരികയായിരുന്നു മടത്തിൽ വരവ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രസിഡന്റ് സുന്ദർ മേനോൻ ആരോപിക്കുന്നത് പോലീസുകാരിലേക്കാണ് ആരോപണം നീങ്ങുന്നത്. പൂരം ആസ്വദിക്കാവുന്ന രീതിയിൽ പൊതുജനങ്ങൾക്ക് റോഡുകൾ തുറന്നു നൽകേണ്ടതാണ്. എന്നാൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും വിധം വഴികൾ പോലീസ് അടച്ചുപൂട്ടുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വരാജ് റൗണ്ടിലേക്കുള്ള എല്ലാ വഴികളും അടച്ച് ആളുകളെ തടഞ്ഞു. തുടർന്നാണ് രാത്രി എഴുന്നള്ളിപ്പ് തന്നെ നിർത്തിവെക്കേണ്ട അവസ്ഥയിലെത്തിയത്. വെടിക്കെട്ട് സ്ഥലത്തു നിന്നും പൂര കമ്മിറ്റിക്കാരെ മാറ്റണമെന്നായിരുന്നു പോലീസിന്റെ ആദ്യത്തെ ആവശ്യം. 175 പേർക്ക് മാത്രം പ്രവേശനമെന്നും പോലീസ് നിർദ്ദേശിച്ചു. എന്നാൽ വെടിക്കെട്ട് പണിക്കാരും കമ്മിറ്റിക്കാരുമായി ഏറെ പേർ ചേർന്ന് പൂരപ്പറമ്പിൽ വേണമെന്ന് തിരുവമ്പാടി ദേവസ്വം ആവശ്യപ്പെട്ടു. പ്രതിസന്ധിയെ തുടർന്ന് രാത്രിയിലെ മടത്തിൽ വരവ് നിർത്തിവെച്ചു. അലങ്കാരപ്പന്തലിലെ വെളിച്ചം ഒഴിവാക്കി പ്രതിഷേധിക്കുകയും ചെയ്തു. അവർ പോലീസിന്റെ നിയന്ത്രണം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് സുന്ദർ മേനോൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. സംഘാടകർക്കും ആഘോഷ കമ്മിറ്റിക്കും കളക്ടർ നൽകിയ ഉറപ്പിലാണ് വെടിക്കെട്ട് നടത്തിയത്. സുഗമമായി വെടിക്കെട്ട് നടത്താൻ അനുവദിക്കണമെന്ന് കളക്ടർ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് രാവിലെ 7-ന് വെടിക്കെട്ട് നടത്താമെന്ന് തീരുമാനിച്ചത്. അല്ലെങ്കിൽ ഒരാനപ്പുറത്ത് ചടങ്ങ് മാത്രമായി ആഘോഷം നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏതായാലും മടത്തിൽ വരവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഈ പ്രതിസന്ധി അത് വലിയ പ്രതിസന്ധി തന്നെയാണ്. തൃശ്ശൂരിലെ പൂരപ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നമാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഇടതുപക്ഷക്കാർ മിണ്ടില്ല. ഇടതുപക്ഷക്കാരെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുവിന്റെ ആചാരങ്ങൾ കോലാഹലം ഉണ്ടാക്കുക, അത്തരം ആചാരങ്ങൾ കോലാഹലം ഉണ്ടാക്കുകയാണ് അവരുടെ പുരോഗമനമെന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. കേരളത്തിലെ പുരോഗമനക്കാരായ ഇടതുപക്ഷക്കാരായ ഹിന്ദു ഏവരും അതിന് കൂട്ടുപിടിക്കുകയും ചെയ്യുന്നു. ഹിന്ദുവിൽപ്പെട്ട എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ആ പുരോഗമനക്കാരാണെങ്കിൽ, അതായത് തങ്ങളുടെ ആചാരങ്ങളെയും ആവശ്യങ്ങളെയും അല്ലെ അഭിപ്രായങ്ങളെയും ഒക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നതാണ് പുരോഗമനം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഹൈന്ദവ ആചാരങ്ങളെ വെല്ലുവിളിച്ചാൽ അവർ പുരോഗമനവാദിയായി, ഇടതുപക്ഷക്കാരനായി, കമ്മ്യൂണിസ്റ്റായി, മാർക്സിസ്റ്റായി, പിന്നെ എല്ലാമായി അവർക്ക് എല്ലാ സ്ഥലത്തും സ്വീകാര്യത നൽകുന്ന രീതിയിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ നീങ്ങും. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും എനിക്കറിയുന്ന നിരവധി CPMകാർ
എനിക്കറിയുന്ന പുരോഗമനത്തിന്റെ മുഖം മൂടി അണിഞ്ഞ നിരവധി CPM-കാർ അവരുടെ ഉള്ളിൽ അവർക്ക് പറയാൻ കഴിയില്ല, അവർക്ക് പറയാൻ കഴിയാത്ത രീതിയിൽ അവരുടെ ആചാരങ്ങളെ അവർ അടിച്ചമർത്തി വെച്ചിരിക്കുന്നു. അല്ലെങ്കിൽ പലപ്പോഴും ക്ഷേത്രത്തിൽ പോകുന്നത് പോലും തലയിൽ മുണ്ടിട്ട് ക്ഷേത്രങ്ങളിലേക്ക് പോകുന്ന ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ചലച്ചിത്ര മേഖലയിൽ അടക്കം പ്രവർത്തിക്കുന്നവരുടെ അവസ്ഥ ഇതാണ്. കാരണം ഇല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ടാർഗറ്റ് ചെയ്യപ്പെടും, അവർക്ക് ജോലിക്ക് വരാൻ കഴിയില്ല. എന്നാൽ മറ്റ് സ്ഥലങ്ങളിൽ പള്ളികളിലോ അവർക്ക് നിസ്കരിക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റ് ക്രൈസ്തവ ആരാധനാലയങ്ങളിൽ പോകുന്നതിനോ ഒന്നും തന്നെ അവർക്ക് വിലക്കില്ല താനും. കേരളത്തിലെ ഹിന്ദുവിൻ്റെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥകളിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ആചാരം പോലും അല്ലെങ്കിൽ ഒരു ക്ഷേത്രോത്സവം പോലും കൃത്യമായി നടത്താൻ കഴിയാത്ത രീതിയിൽ ദേവസ്വം ബോർഡിലെ മന്ത്രി ഇപ്പോൾ മത്സരിക്കുന്നുണ്ട്. വലിയ ഇമേജുള്ള മന്ത്രിയാണെന്നാണ് അവകാശപ്പെടുന്നത്. ശബരിമല അടക്കം വിവാദ വിഷയങ്ങളുണ്ടായ കാലത്തൊക്കെ മന്ത്രിയായിരുന്ന ആളാണ്. ഏതായാലും ഒരു കാര്യം വ്യക്തമാവുന്നുണ്ട്, ഈ മന്ത്രിമാരും എല്ലാം ചേർന്ന് കേരളത്തിലെ പുരോഗമനവാദികളെല്ലാം ചേർന്ന് ഹൈന്ദവ ആചാരങ്ങളെ തച്ചു തകർക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പോലീസ് ആണെങ്കിൽ പോലും ഉണ്ടാക്കിയ ഇന്നലത്തെ കോലാഹലമെന്ന് യാതൊരു സംശയവുമില്ലാതെ പറയാനും കഴിയും.